നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത്, അലർജിസ്റ്റ് അലർജി ആസ്മ ഫൗണ്ടേഷൻ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കേസ് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് റീസെന്റ് ഒരു 40-year-old മെയിൽ ഹെൽത്ത് വർക്കർ, അയർലൻഡിൽ ബേസ്ഡ് ആണ്. ഇദ്ദേഹം നമ്മുടേക്ക് വന്നത് 2 എപ്പിസോഡ് അനാഫ്ലാക്സിന്റെ ഹിസ്റ്ററിയുമായിട്ടാണ്. ആദ്യത്തെ എപ്പിസോഡ് ഭക്ഷണം കഴിച്ച് ബാഡ്മിന്റൺ കളിക്കാൻ പോയി. ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുന്ന കോർട്ടിൽ വെച്ച് സംഭവിച്ചു. സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ, ICU കെയർ വേണ്ട രീതിയിൽ ബോധം പോവുകയും BP കൊളാപ്സ് ഉണ്ടാവുകയും ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സെക്കൻഡ് എപ്പിസോഡ് അയാൾക്ക് വീട്ടിൽ നിന്നാണ് പറ്റിയത്. വാക്ക് ചെയ്ത് വന്നതിന് ശേഷം വിയർത്ത് വന്നു. അതിനുശേഷം ഗോതമ്പിന്റെ റൊട്ടി കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സിവിയർ അനാഫ്ലാക്സിസ്, എഗെയിൻ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ കൺസൾട്ട് ചെയ്തു, വിചാരിച്ചൊരു ക്ലോഷർ കിട്ടിയില്ല. അദ്ദേഹം നമ്മളെ അലർജി ആസ്മ ഫൗണ്ടേഷനിൽ മണ്ണാർക്കാട് വന്ന് കാണിച്ചു. ഫസ്റ്റ് വിസിൽ തന്നെ നമ്മൾ പറഞ്ഞത് ഇത് മോസ്റ്റ് പ്രോബ്ലി വീറ്റ് ഡിപ്പെൻഡന്റ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് അനാഫ്ലാക്സിസ് എന്ന കണ്ടീഷൻ എന്നാണ്. അതായത് ഗോതമ്പ് കഴിച്ചതിന് ശേഷമോ അതിന് മുൻപോ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് CRD എന്ന ടെസ്റ്റ് വിട്ട് omega-5 ഗ്ലാഡിൻ എന്ന കമ്പണന്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയേ ഈ പറഞ്ഞ കണ്ടീഷനാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. വളരെ റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇദ്ദേഹത്തിന് നമ്മൾ EpiPen എമർജൻസിക്ക് യൂസ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുകയും സ്ട്രിക്റ്റ് ആയിട്ട് ഇത് അവോയ്ഡൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടെ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇനി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.